ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഒരു രാജ്യാന്തര നാവികാഭ്യാസം, അതിൽ പങ്കുചേരാനെത്തിയ അതിഥികൾ, ആ അതിഥികൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കൺമുന്നിലിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. പക്ഷേ മിനിഞ്ഞാന്ന്, അതായത് 2026 മാർച്ച് 4 പുലർച്ചെ 5 മണിക്ക് ഇന്ത്യൻ മഹാസമുദ്രം സാക്ഷ്യം വഹിച്ചത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നയതന്ത്ര അപമാനത്തിനാണ്. ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ്-നെ ശ്രീലങ്കൻ തീരത്തിന് തൊട്ടടുത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്ന് ടോർപിഡോ ചെയ്ത് തകർത്തിരിക്കുന്നു. 90ഓളം നാവികർ സമുദ്രത്തിൽ പോയിരിക്കുന്നു. വിശ്വഗുരുവെന്ന് സ്വയം പുകഴ്ത്തുന്ന മോദിയുടെ മൂക്കിനു താഴെ ഇന്ത്യയുടെ സമുദ്രമുറ്റത്ത് അമേരിക്ക നടത്തിയ ഈ കടന്നാക്രമണം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിനുമേൽ ട്രംപ് നടത്തിയ കൈകടത്തൽ കൂടിയാണ്. ഇന്ത്യ അഭിമാനപൂർവ്വം സംഘടിപ്പിച്ച മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇറാനിയൻ കപ്പൽ. മറ്റു 18 രാജ്യങ്ങളിലെ കപ്പലുകൾക്കൊപ്പം ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഒരു കപ്പലായിരുന്നു അതും. അതിനെയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ശ്രീലങ്കയിലെ ഗാലെ തീരത്തിനു നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഈ ക്രൂരത അരങ്ങേറുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായാണ് അമേരിക്ക തങ്ങളുടെ അന്തർവാഹിനികൾ ടോർപിഡോ ഉപയോഗിച്ച് ശത്രു കപ്പലിനെ ആക്രമിക്കുന്നത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഈ ആക്രമണത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നാണം കെടുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നവരെ സംരക്ഷിക്കാൻ പോയിട്ട് അവർ കൊല്ലപ്പെടുമ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ പങ്കാളിയായി സ്വയം ഉയർത്തിക്കാട്ടാൻ പ്രധാനമന്ത്രി മോദി കൊണ്ടുവന്ന മഹാസാഗർ പദ്ധതി ഇന്ന് വെറുമൊരു തമാശയായി മാറിയിരിക്കുകയാണ്. അയൽപ്പക്കത്തെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വീമ്പിളക്കിയ വിശ്വഗുരുവിനെ വെറുമൊരു ഒറ്റുകാരന്റെ നിലയിലേക്കാണ് ട്രംപ് ഈ സംഭവത്തിലൂടെ തരം താഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്ര മേഖലയെ യുദ്ധക്കളമാക്കി മാറ്റാൻ അമേരിക്കയ്ക്ക് ധൈര്യം വന്നതുപോലും മോദിയുടെ നയതന്ത്ര വീഴ്ചയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. താൻ വലിയ സുഹൃത്താണെന്ന് പറയുന്ന ട്രംപ് ഇന്ത്യയുടെ അന്തസ്സിനെ തെല്ലും വിലവയ്ക്കാതെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിശ്വസ്തത അമേരിക്കയുടെ ഈ നീക്കത്തിലൂടെ തകരുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ നടത്തുന്ന സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നത് സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് ഈ ആക്രമണത്തിലൂടെ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തിയിരിക്കുന്ന ഈ അധിനിവേശങ്ങളൊന്നും നമുക്ക് വെറുമൊരു വൈകാരിക പ്രശ്നമല്ല കേട്ടോ. ഇന്ത്യയുടെ സാമ്പത്തിക നട്ടലിനെയാണ് ഈ യുദ്ധം ബാധിക്കാൻ പോകുന്നത്. എണ്ണവില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഈ യുദ്ധത്തിന് മൗനാനുവാദം മറ്റൊരു തരത്തിൽ ഇന്ത്യയുടെ മോദി സർക്കാർ നൽകുകയാണ്. ഇത് നാം ഒരിക്കലും അനുവദിച്ചുകൂടാ.